ബി.ജെ.പിയിൽ അഴിച്ചുപണി. സംസ്ഥാന നേതാക്കളെ ജില്ലാ അധ്യക്ഷന്മാരാക്കി ബി.ജെ.പി പരീക്ഷണം. 30 സംഘടനാ ജില്ലകളിലേക്കുമുള്ള അധ്യക്ഷന്മാരായി 27-ന് ദേശീയ നേതൃത്വം ജില്ലാ അധ്യക്ഷന്മാരുടെ പട്ടിക പ്രഖ്യാപിക്കും. അലക്സ് മുഹമ്മദ് ചേരുന്നുണ്ട്. വിശദാംശങ്ങളുമായി അലക്സ്, ആരൊക്കെയാണ് പട്ടികയിലുള്ളത് എന്നറിയാൻ സാധിച്ചിട്ടുണ്ട്? എന്തുകൊണ്ടാണ് ഇപ്പോൾ ബി.ജെ.പി ഇത്തരത്തിലൊരു പരീക്ഷണത്തിന് ഒരുങ്ങുന്നത്? കീർത്തന, ബി.ജെ.പി പുതിയ സംഘടനാ പരിഷ്കാരങ്ങൾ ആവിഷ്കരിച്ചിരുന്നു. അതായത് നേരത്തെ 14 ജില്ലാ കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നതെങ്കിൽ അത് വിഭജിച്ച് 30 സംഘടനാ ജില്ലകൾ രൂപീകരിച്ചു. ആ 30 സംഘടനാ ജില്ലകളിലേക്കും കമ്മിറ്റികൾ ഉണ്ടാകണം. 30 സംഘടനാ ജില്ലകളിലേക്കുമുള്ള കമ്മിറ്റികളിൽ ജില്ലാ അധ്യക്ഷന്മാരുണ്ടാകണം. അങ്ങനെ വലിയൊരു പുനഃസംഘടനയ്ക്കാണ് ബി.ജെ.പി കോപ്പ് കൂട്ടുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി.ജെ.പിയുടെ ജില്ലാ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നേരത്തെ പൂർത്തിയായിരുന്നു. മറ്റു ഘടകങ്ങൾ കൂടി പരിഗണിച്ചതിന് ശേഷമായിരിക്കും, അതായത് സമവായത്തിലൂടെയായിരിക്കും ജില്ലാ അധ്യക്ഷന്മാരെ പ്രഖ്യാപിക്കുകയെന്ന് ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. മറ്റന്നാൾ ദില്ലിയിലായിരിക്കും ദേശീയ നേതൃത്വം ഇവരുടെ പട്ടിക പ്രഖ്യാപിക്കുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വലിയ അഴിച്ചുപണി നടത്തുന്നു ബി.ജെ.പി എന്നുള്ളതാണ്. സംസ്ഥാന നേതാക്കളെ ജില്ലാ അധ്യക്ഷന്മാരാക്കി ആണ് പാർട്ടിയുടെ പുതിയ പരീക്ഷണം. സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ സംഘടനാ ജില്ലാ പ്രസിഡന്റുമാരാകും. അതിൽ തന്നെ ഈ 30 സംഘടനാ ജില്ലകളിൽ 4 സംഘടനാ ജില്ലകളിൽ വനിതകൾ പ്രധാനപ്പെട്ട ചുമതലയിലേക്ക് വരുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പേരുകളിലേക്ക് വന്നാൽ തിരുവനന്തപുരം സെൻട്രലിൽ നിലവിൽ ബി.ജെ.പിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള കരമന ജയൻ ജില്ലാ അധ്യക്ഷനാകും. തിരുവനന്തപുരം സെൻട്രലിൽ 3 തിരുവനന്തപുരത്ത് 3 ജില്ലകളാണ്. അതിലൊരു ജില്ല തിരുവനന്തപുരം സെൻട്രലാണ്. അവിടെ കരമന ജയൻ ജില്ലാ അധ്യക്ഷനാകും. ആലപ്പുഴ സൗത്തിൽ സന്ദീപ് വചസ്പതി പ്രസിഡന്റാകും. സന്ദീപ് വചസ്പതി ബി.ജെ.പിയുടെ സംസ്ഥാന വക്താവാണ്. കോഴിക്കോട് ടൗണിൽ പ്രകാശ് ബാബു പ്രസിഡന്റാകും. അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയാണ്. കോഴിക്കോട് നോർത്തിൽ പ്രഫുൽ കൃഷ്ണൻ പ്രസിഡന്റാകും. അദ്ദേഹം യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. തൃശൂർ വെസ്റ്റിലാകട്ടെ നിവേദിത സുബ്രഹ്മണ്യം പ്രസിഡന്റാകുന്നു. നിവേദിത മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയാണ്. നിവേദിത എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരം ഈസ്റ്റിൽ മുക്കാമ്പാലവോട് ബിജു ജില്ലാ പ്രസിഡന്റാകും. കാസർഗോഡ് എം.എൽ. അശ്വിനി ജില്ലാ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരും. കൊല്ലം ഈസ്റ്റിൽ രാജീവ് പ്രസാദ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരും. കോട്ടയം സെൻട്രലിൽ ലിജിൻ, എറണാകുളം സെൻട്രലിൽ ഷൈജു, പാലക്കാട് സെൻട്രലിൽ പ്രശാന്ത് ശിവൻ തുടങ്ങി നിരവധി വലിയൊരു അഴിച്ചുപണിക്കൊരുങ്ങുകയാണ് ബി.ജെ.പി. സംസ്ഥാന നേതാക്കളെ ജില്ലാ അധ്യക്ഷന്മാരാക്കാൻ ഒരുങ്ങുകയാണ്. അതിൽ 4 സ്ത്രീകളും ഉണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്.